ജീവൻ പോകുവോളം കർത്താവിനെ പാടി സ്തുതിക്കുവാൻ നമുക്ക് കഴിയുന്നത് ജീവിതത്തിൽ എത്രയോ ഭാഗ്യകരമായ അവസ്ഥയാണ്. അതെല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ചിലരൊക്കെ നിർഭാഗ്യവശാൽ അവരുടെ വിശ്വാസ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച പലരെയും നമുക്ക് കാണാൻ കഴിയുന്നു. വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുന്ന പോരാട്ടങ്ങളെ ജയിക്കുവാനുള്ള സർവായുധവർഗം അവരുടെ ജീവിതത്തിൽ ഇല്ലാതെ വന്നതുകൊണ്ട് പരാജയപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, ശത്രുവിനെ ജയിക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ടു. രാത്രിയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ കരുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമായിരിക്കുന്ന നാളുകളാണ് നമ്മുടെ മുമ്പിൽ വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമ്മൾ സൂക്ഷിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തന ഭാഗം ഇന്ന് നമ്മൾ വായിക്കുകയാണ്. 85-ാം സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. മനുഷ്യ ജീവിതത്തിൽ മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും തെറ്റുകളെക്കുറിച്ച് മനസ്സിലാക്കി ഒന്ന് മാനസാന്തരപ്പെടുവാൻ ഇടയായിത്തീരുന്നെങ്കിൽ പലപ്പോഴും ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. പക്ഷേ അതിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് പലപ്പോഴും നമ്മൾ അതിനുള്ളതായ സമയം വേർതിരിക്കുന്നത്. അപ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടാകും. ചിലരൊക്കെ ഒരു നിമിഷം കൂടി ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു മുഴം കയറിൽ അവർ ജീവിതം അവസാനിക്കുകയില്ലായിരുന്നു. ഒന്നുകൂടി ചിന്തിച്ചിരുന്നെങ്കിൽ അവരുടെ കുടുംബ ജീവിതം തകരില്ലായിരുന്നു. ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ വിശ്വാസ ജീവിതം പരാജയപ്പെടില്ലായിരുന്നു. ഒരു നിമിഷം കൂടി ചിന്തിച്ച് ഒരു നല്ല തീരുമാനത്തിൽ എത്തുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഏത് വിഷയത്തിൻ്റെ മേലും നമുക്ക് ജയം നേടുവാൻ കഴിയും. വളരെ ശ്രദ്ധയോടുകൂടി ചുവടുകൾ വയ്ക്കേണ്ട ഒന്നാണ് ആത്മീയ ജീവിതമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായും ആ നിലയിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഒരു വ്യക്തി തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൈവം ചിലപ്പോൾ നമ്മൾ ചെയ്തതായ തെറ്റുകുറ്റങ്ങളുടെ ശിക്ഷാ നടപടികളിൽ നിന്ന് ദൈവം പിന്തിരിഞ്ഞെന്ന് വരാം. അതിന് യഥാർത്ഥമായുള്ള ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു എന്ന് പലപ്പോഴും ദൈവത്തിന്റെ വചനം പറയുന്നു. നമുക്കിവിടെ നമുക്കത് തന്നെ കാണാൻ കഴിയുന്നു. കോരഹപുത്രന്മാര് പറയുന്ന കാര്യമാണ്, യഹോവേ, നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു, നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിച്ചു, അവരുടെ പാപമൊക്കെ നീ മൂടിക്കളഞ്ഞു, നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു, നിന്റെ ഉഗ്രകോപം നീ വിട്ട് തിരിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളോടുള്ള നീരസം മതിയാക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് നമ്മൾ ദൈവത്തോട് നീരസപ്പെടുന്നു എന്നുള്ളതുകൊണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ തെറ്റ് നമുക്കറിയാം. അവർ അത്യുന്നതന്റെ ആലോചനയെ നിരസിച്ചു, ദൈവത്തിന്റെ വചനങ്ങളെ അവർ പുറകിലെറിഞ്ഞു കളഞ്ഞു, ദൈവത്തോടുള്ളതായ ഭക്തി അവർ തിരസ്കരിച്ചു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അവർ പാടെ മറന്നു കളഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന് അവരെ പലപ്പോഴും ശിക്ഷിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ദൈവം സ്നേഹിക്കുന്ന തൻ്റെ മക്കളെ ശിക്ഷിക്കുന്നു. എന്തിനാണ് ശിക്ഷിക്കുന്നത്? അവരൊരിക്കലും നശിച്ചു പോകുവാനല്ല, അവർ ഇല്ലാതായി പോകുവാനല്ല, അവർ മടങ്ങി വരേണ്ടതിന് വേണ്ടിയാണ്. ഇവിടെയും അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു, നിന്റെ ഉഗ്രകോപം നീ വിട്ടു തിരിഞ്ഞിരിക്കുന്നു. അപ്പൊ ദൈവത്തിന് അവരോട് ക്രോധവും ഉഗ്രകോപവും ഉണ്ടായിരുന്നു. കാരണം അവര് പലപ്പോഴും ദൈവത്തെ അംഗീകരിക്കാതെ അവർ ജീവിക്കുവാനിടയായി തീർന്നു. അപ്പൊ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ദൈവം
നമ്മളെ രക്ഷിപ്പാനുള്ളതായ മാർഗവുമായി മുൻപോട്ട് വരുമ്പോൾ ഇവിടെ പറയുന്നു, ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്നു. അപ്പൊ രക്ഷയുടെ മാർഗവുമായി ദൈവം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവം തൻ്റെ ക്രോധത്തിൽ നിന്നും ഉഗ്രകോപത്തിൽ നിന്നും പിന്തിരിയുവാൻ തയ്യാറാകുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാനും, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളോടുള്ളതായ നിന്റെ നീരസം മതിയാക്കണമേ എന്ന് ദൈവത്തോട് നമ്മൾ പറയുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനിടയായി. സങ്കീർത്തനക്കാരനായ ദാവീദ് സങ്കീർത്തനത്തിൽ കൂടി പറയുന്നു, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. അപ്പോൾ രക്ഷപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ തിരുമുഖം പ്രകാശിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ചെയ്തതായ തെറ്റുകുറ്റങ്ങളുടെ ഫലമായി ദൈവത്തിൻ്റെ കോപവും ക്രോധവും നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ, മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളോടുള്ളതായ നീരസങ്ങളെല്ലാം മതിയാക്കി, നമ്മളോടുള്ളതായ കോപവും ക്രോധവും എല്ലാം മതിയാക്കി, നമ്മുടെ ആകൃത്യമൊക്കെയും മോചിച്ച് നമ്മുടെ പാപമൊക്കെയും മൂടിക്കളഞ്ഞ് ആ സ്വർഗത്തിലെ ദൈവം നമ്മളോടും നമ്മുടെ ദേശത്തോടും കടാക്ഷിക്കുവാൻ തക്കമിടയായിത്തീരും. ഇവിടെ പറയുന്നു, ദേശത്തെ അങ്ങ് കടാക്ഷിച്ചിരിക്കുന്നു, വ്യക്തിപരമായും കുടുംബമായും സഭയായും ഞങ്ങളെ കടാക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ കടാക്ഷിച്ചെങ്കിൽ മാത്രമേ ദൈവികമായ കോപം മൂലമുണ്ടാകുന്നതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മളിൽ നിന്ന് മാറിപ്പോകുകയുള്ളൂ. റോമാലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും, അവർ ദൈവത്തെ അംഗീകരിക്കാത്തത് മൂലം, അവരെ നന്ദിയോടെ സ്തുതിക്കാത്തത് മൂലം ദൈവം അവരെ അകൃത്യങ്ങളിൽ ഏൽപ്പിക്കുന്നു, അശുദ്ധിയിൽ ഏൽപ്പിക്കുന്നു, അപമാന രാഗങ്ങളിൽ ഏൽപ്പിക്കുന്നു, ദുഷ്കാമത്തിന് ഏൽപ്പിക്കുന്നു. അതിൽ നിന്നൊന്ന് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? തീർച്ചയായും അവരാണ് മാനസാന്തരപ്പെടേണ്ടത്. രക്ഷയുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളോടുള്ളതായ നീരസം അങ്ങ് മതിയാക്കണമേ. ദൈവത്തിന്റെ കരം നമുക്ക് ഭാരമായി തീർന്നാൽ, ഹല്ലേലൂയ, രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരേ ഒരു മാർഗം, ആ മാർഗത്തിൽ കൂടി രക്ഷപ്പെടുവാൻ നമുക്ക് അവസരമുള്ളപ്പോൾ ആ അവസരങ്ങളെ നഷ്ടമാക്കി നമ്മൾ ജീവിക്കുവാനിടയായി തീർന്നാൽ ദൈവത്തിൻ്റെ കോപവും ക്രോധവും നീരസവും എല്ലാം നമ്മുടെ മേൽ വരുവാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് കോരകപുത്രന്മാർ ചോദിക്കുക, നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? ഹല്ലേലൂയ. തീർച്ചയായും ദൈവം അത് ചെയ്യും. പക്ഷേ മനസ്സാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും നമ്മളോട് കോപിക്കാതെ, നമ്മുടെ തലമുറകളോട് കോപിക്കാതെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിടുതലുകൾ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. എത്രയോ വട്ടം ഹല്ലേലൂയ ദൈവം തൻ്റെ ജനത്തോട് മനസ്സലിയുവാൻ, കരുണ കാണിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് മാത്രമാണ് ഇന്നും കർത്താവിനെ ആരാധിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന ഒരു കൂട്ടം ജനം ശേഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ആകയാൽ ഇന്ന് രാത്രിയിൽ ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, ദൈവക്രോപത്തിൽ കൂടിയും ക്രോധത്തിൽ കൂടിയും കടന്നു പോകുന്ന ആമേൻ ചിലരുടെയെങ്കിലും ജീവിതത്തിന്റെ വിടുതലിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളോടുള്ളതായ നീരസം അങ്ങ് മതിയാക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ അകൃത്യങ്ങളെ പോക്കണമേ, ഞങ്ങളുടെ പാപം മൂടിക്കളയണമേ, ഞങ്ങളോടുള്ളതായ കോപവും ക്രോധവും നീ മതിയാക്കണമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. അവിടുത്തെ കരങ്ങൾ സമ്പൂർണമായി സമർപ്പിക്കും. ഹല്ലേലൂയ. മനസ്സാന്തരപ്പെടാം. ദൈവകോപവും ക്രോധവും നമ്മളെ മൂടിക്കളയാതെ വണ്ണം, നമ്മളെ എന്നേക്കുമായി നശിപ്പിച്ചു കളയാതെ വണ്ണം, ഹല്ലേലൂയ, നമ്മുടെ രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയ ആമേൻ ഒരേ ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ രക്ഷയ്ക്കായി
ഈ ഭൂമിയിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഏക വഴി കർത്താവ്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുവാൻ കഴിയില്ല. ആ രക്ഷകനായ യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കും. അവിടുത്തെ കരങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു ധന്യമറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഇവിടുത്തെ കരങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കരുതിയ കരുതലുകൾക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.